ഈ തിരക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തോ കല്യാണമോ വീട് കയറി താമസമോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് വന്നേക്കുന്ന ആളുകളാണെന്ന്. പക്ഷേ അല്ല, ഇത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ ഞാൻ ലഞ്ച് ടൈമിന് പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു 3/4 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്താലാണ് നമുക്കിവിടെ സീറ്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് 2 മീൽസ്, ഒരു മട്ടൻ കോല ഉരുണ്ടയും പിന്നെ കുറച്ച് പിച്ചിപ്പോട്ട കോഴി, നല്ലി ഫ്രൈ, അതുപോലെ തന്നെ വഞ്ചരം ഫ്രൈ, പിന്നെ നമ്മുടെ കൂട്ടുകാർ രണ്ടുപേർക്ക് ഒരാൾക്കൊരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണിയാണ്. പ്രോപ്പർ തമിഴ്നാട് സ്റ്റൈലിലുണ്ടായിരുന്ന മട്ടൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും അടിപൊളിയായിരുന്നു എന്നാണ് അവന്മാർ പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് സംഭവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഫുഡ് കഴിക്കാൻ എപ്പോഴും കേരളത്തെക്കാട്ടിലും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന തമിഴ്നാട് സ്റ്റൈൽ ഓഫ് ഫുഡാണ്. തമിഴ്നാട്ടിലെ ചെറിയ ഹോട്ടലുകളിലാണെങ്കിൽ പോലും ഈ ചോറിനോട് കിട്ടുന്ന കുളമ്പിന് വരെ ഒടുക്കത്തെ ടേസ്റ്റാണ്. മീൽസിന് 150 രൂപയും ചിക്കൻ ബിരിയാണിക്ക് 190, മട്ടൻ ബിരിയാണിക്ക് 240 നമുക്ക് റേറ്റ് വന്നത്. പിന്നെ സ്പെഷ്യൽസ് എടുത്തതിൽ വഞ്ചരം ഫ്രൈ അഥവാ നമ്മുടെ നെയ്മീൻ ഫ്രൈക്ക് 280 രൂപയും അതുപോലെ തന്നെ നല്ലി ഫ്രൈക്ക് 240 രൂപയും പിച്ചിപ്പോട്ട കോഴിക്ക് 190 റേറ്റ് വന്നത്. സോ ഈ സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ തന്നെയുള്ളതിൽ ഏറ്റവും ഫേമസ് സ്ഥലങ്ങളിലൊന്നായ വളർമതി മെസ്സാണ്. നമ്മൾ 4 പേര് പോയി ഇത്രയും ഐറ്റംസ് കഴിച്ചിട്ട് നമുക്ക് 1748 രൂപയാണ് ബില്ല് വന്നത്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് എസ്പെഷ്യലി തമിഴ്നാട് സ്റ്റൈൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്തായാലും ഈ സ്പോട്ട് 100% റെക്കമെൻഡ് ചെയ്യും. രാവിലെ കൊച്ചിയിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ലഞ്ച് ടൈമിന് അവിടെ എത്തി ലഞ്ചും കഴിച്ചിട്ട് തിരിച്ച് നേരെ കൊച്ചിക്ക് പിടിക്കാൻ പറ്റും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് കൊച്ചിൻ ഫുഡ് ഡയറീസ്. ബൈ.